കൊല്ലത്ത് അമിത പലിശയ്ക്ക് പണം കൊടുക്കുകയും പലിശ മുടങ്ങുന്നതിനെതിരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്ത കേസിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. പോരുവഴി സ്വദേശി ഉണ്ണികൃഷ്ണൻ, ഇടവ സ്വദേശി മോഹനൻ പിള്ള എന്നിവരാണ് ശൂരനാട് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും നിരവധി മുദ്രപത്രങ്ങളും ബ്ലാങ്ക് ചെക്കുകളും പോലീസ് കണ്ടെടുത്തു. ഇടയ്ക്കാട് സ്വദേശിനിയായ അഭിരാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അമിത പലിശയ്ക്ക് പണം കൊടുക്കുകയും പലിശ അടക്കാത്തവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ 2 പേരെ പോലീസ് പിടികൂടിയത്. പോരുവഴി സ്വദേശി ഉണ്ണികൃഷ്ണൻ, ഇയാളുടെ സഹോദരനായ തിരുവനന്തപുരം ഇടവ സ്വദേശി മോഹൻ പിള്ള എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇടവയിലെ മോഹനൻ പിള്ളയുടെ വീട്ടിൽ നിന്നുമാണ് നിരവധി പേരുടെ ബ്ലാങ്ക് ചെക്കുകളും എഴുതിയതും എഴുതാത്തതുമായ മുദ്രപത്രങ്ങളും റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ചു വാങ്ങിയ വെള്ളപ്പേപ്പറുകളും RC ബുക്കുകളും പോലീസ് കണ്ടെടുത്തത്. ഉണ്ണികൃഷ്ണൻ പണം കടം കൊടുത്തതിനു ശേഷം വാങ്ങുന്ന ഇത്തരം രേഖകൾ സൂക്ഷിക്കുന്നത് സഹോദരനായ മോഹനൻ പിള്ളയുടെ വീട്ടിലായിരുന്നു. കൃത്യമായ പലിശ നൽകാത്തവരെ വീട്ടിൽ കയറി കത്തികാട്ടി ഉണ്ണികൃഷ്ണൻ ഭീഷണിപ്പെടുത്തുന്നതായും അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് പണം പലിശയ്ക്ക് കൊടുക്കുന്നു. അതിന് ഡെപ്പോസിറ്റായിട്ട് പ്രോമിസറി നോട്ട്, എഗ്രിമെൻറ്റുകൾ, ബ്ലാങ്ക് ചെക്കുകൾ എന്നിവ വാങ്ങിക്കുന്നതാണ് പറഞ്ഞത്. പൈസ പിരിക്കാൻ വേണ്ടി വീട്ടിൽ കയറി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അതുപോലെ കത്തി കാണിച്ച് പിരിവുകൾ നടത്തുന്നതായിട്ടൊക്കെ ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് ഇയാളിൽ നിന്നും പണം വാങ്ങിയ നിരവധി പേർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ നേരത്തെ പോക്സോ കേസിലടക്കം പ്രതിയാണ്. ശാസ്താംകോട്ട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് S. ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.